കാറ്റുപറഞ്ഞ സ്വർഗാരോപിതയായ അമ്മ. ആകാശത്ത് നിന്ന് ഒരു താരകം കണ്ണു ചിമ്മി. അത് ഉഷകാല നക്ഷത്രമെന്ന് വിളിക്കപ്പെട്ട അവൾ തന്നെയാണ്. ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മ. നെഞ്ചിലെ കനൽ ഒന്നണഞ്ഞു. അവളെ അമ്മയായി നൽകിയ കുരിശിലെ ചാവരുൾ വീണ്ടും കാതിൽ മുഴങ്ങുന്നു. എന്തേ ഓർമ്മകളുടെ നനവ് വീണ്ടും കണ്ണിൽ പടരാൻ. നനവ് പാതി മൂടിയെങ്കിലും കലണ്ടറിലെ തീയതി മുന്നിൽ തെളിഞ്ഞു. ഓഗസ്റ്റ് 15. അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിൻ്റെ ഓർമ്മദിനം. മനുഷ്യകുലത്തിന് ക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ അടയാളമായ ഒരോർമ്മ. പെണ്ണിന് വിണ്ണിലിടമോ? മണ്ണിൽ പോലും തൻ്റേതായി ഇടമില്ലാത്ത പെണ്ണിന്. ഒരേ ദൈവകരത്താൽ മെനയപ്പെട്ടവൾ, ഒരേ മണ്ണിൽ വേരുറപ്പിക്കപ്പെട്ടവൾ, വിഭജിക്കാനാവാത്ത വിധം മനുഷ്യത്വത്തിൻ്റെ പാതിയായവൾ. എന്നിട്ടും മണ്ണിൽ തൻ്റേതായ ഇടം നഷ്ടപ്പെട്ടവളാണ് പെണ്ണ്. ജനിച്ച വീട് ഒരു വളർത്തിടം മാത്രമാണ് അവൾക്ക്. മറ്റൊരിടത്ത് ജീവിക്കാൻ വിധിക്കപ്പെടുന്നവൾ. എന്നാൽ സമുദ്രതാരകമായ ഒരുവൾ വിണ്ണിൽ ഇടം കണ്ടെത്തി. മണ്ണിലെയും വിണ്ണിലെയും അമ്മയായി അവൾ പരിമളം പരത്തി. പ്രതീക്ഷാ താരകങ്ങളെല്ലാം കൊടിഞ്ഞു വീണ് ഇരുൾ മൂടിയ രാത്രിയിൽ അയാൾ ഒരു സ്വപ്നം കണ്ടു. സ്വർഗത്തിലേക്ക് ചാരിവെച്ച ഒരു ഗോവണി. അതുവഴിയാണ് ദൈവം മനുഷ്യനായി മണ്ണിലേക്ക് ഇറങ്ങി വന്നത്. ആ ഗോവണി അവളായിരുന്നു. നമുക്ക് യേശുവിൽ വിണ്ണിലേക്ക് കയറാൻ ദൈവം മണ്ണിലുയർത്തിയ ഗോവണി, സ്വർഗാരോപണ ഗോവണി. സന്ദേഹം ഉള്ളിലിരുന്ന് ചോദിച്ചു, ബൈബിളിൽ എവിടെയാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിന് തെളിവ്? ആരോട് ചോദിക്കും? ആകാശത്തിലെ നക്ഷത്രത്തിൽ നിന്ന് ഒരു ഒളി കണ്ണിലേക്ക് പതിച്ചു. സന്ദേഹത്തിൻ്റെ ഇരുൾമറ നീങ്ങി. നനവുള്ള ഒരു ചെറിയ കാറ്റ് പനിനീർപ്പൂവിൻ്റെ ഗന്ധവുമായി വന്നു. മൃദുവായ കരങ്ങൾ കൊണ്ട് ഒന്ന് തലോടി. കാറ്റു പറഞ്ഞു, സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്നത് നിമിത്തം നമുക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണല്ലോ. അല്ലെങ്കിലും യേശു ചെയ്തതും അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളും എഴുതിയിരുന്നുവെങ്കിൽ ആ പുസ്തകത്തെ ലോകം എങ്ങനെ ഉൾക്കൊള്ളും? വിശുദ്ധ ബൈബിളിൻ്റെ ലക്ഷ്യം യേശുവിൽ നിവൃത്തിയായ രക്ഷാകര പ്രക്രിയയെ വിശദമാക്കുകയാണല്ലോ. അല്ലെങ്കിൽ നീതിമാനായ ഔസേപ്പിനെ കുറിച്ച് ഒന്നും പറയാതെ പോയതിനും 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള യേശുവിൻ്റെ ജീവിതം വിവരിക്കാതെ പോയതിനും മറ്റെന്ത് കാരണം? എങ്കിലും വിശുദ്ധ പാരമ്പര്യങ്ങളിൽ ഈ ദിവ്യരഹസ്യങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ടല്ലോ. അതിൽ നിന്നല്ലേ 1950 നവംബർ 1 12ാം പിയൂസ് മാർപ്പാപ്പ ഭൗതിക ജീവിതാനന്തരം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന ആവിഷ്കൃതമായ സത്യം പ്രഖ്യാപിച്ചത്. കാറ്റ് ചോദിച്ചു, ഇനിയും സംശയങ്ങൾ ശേഷിക്കുന്നുണ്ടോ? ഒന്നും പറയാനാകാത്ത വിധം അയാൾ ആ രഹസ്യത്തിൻ്റെ അകപ്പൊരുളിലേക്ക് ആഴ്ന്നു പോയിരുന്നു. കാറ്റു പറഞ്ഞു, മണ്ണിൻ്റെ ക്ലേശങ്ങളിൽ തട്ടി കാലിടർന്നതുമൂലം വിണ്ണിലേക്ക് നോക്കാൻ പോലും മഹാഭൂരിപക്ഷത്തിനും കഴിയുന്നില്ല. അതുകൊണ്ട് സ്ത്രീയുടെ വീഴ്ചയിലെ പങ്കു മാത്രമാണ് എപ്പോഴും മനുഷ്യൻ ഓർക്കുന്നത്. നീ കേട്ടിട്ടില്ലേ, ഒരു സ്ത്രീയാണ് പാപം തുടങ്ങിവെച്ചത്, അവൾ നിമിത്തം നാം എല്ലാവരും മരിക്കുന്നുവെന്ന്. മറിയത്തിൽ എത്തും വരെ ആ പഴിവാക്ക് അവൾ കേട്ടുകൊണ്ടേയിരുന്നു. അപ്പോഴും സ്വന്തമായി ഉത്തരം കണ്ടെത്താൻ അയാളുടെ ഉള്ള് വെമ്പിക്കൊണ്ടേയിരുന്നു. കാലങ്ങളായി ഉള്ളിനെ ഉലച്ച ചോദ്യങ്ങൾ, പലരിൽ നിന്നും കേട്ട സന്ദേഹങ്ങൾ. വേണമെങ്കിൽ ചിന്തകൾക്ക് വിലക്ക് കൽപ്പിച്ച് വിശ്വാസ സത്യത്തിൽ ചോദ്യങ്ങളില്ലാതെ മനസ്സുറപ്പിക്കാം. പക്ഷേ എത്ര കൈവിട്ടാലും ചോദ്യങ്ങൾ പിന്നെയും ബാക്കിയാകും. എന്തുകൊണ്ട് മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു? യേശുവിൻ്റെ അമ്മയായതിനെന്നും അവൾ ദൈവേഷ്ടത്തിന് സ്വയം സമർപ്പിച്ചത് കൊണ്ടെന്നും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായതുകൊണ്ടെന്നും അങ്ങനെ വിശ്വാസപാഠങ്ങളിൽ നിന്ന് ഒരു ഉത്തരം കണ്ടെത്താൻ പ്രയാസമുണ്ടാകില്ല.
അയാളുടെ മനസ്സിലെ വിശ്വാസവും യുക്തിയും തമ്മിലുള്ള പോര് കണ്ടാകണം കാറ്റ് ചിരിച്ചു. എന്നിട്ട് തുടർന്ന് പറഞ്ഞു, അവയൊക്കെ ശരിയായിരിക്കുമ്പോഴും അതിനേക്കാൾ പ്രസക്തവും പ്രധാനവുമായ കാരണങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാം. അതിലൊന്ന് മനുഷ്യരക്ഷയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം നീ വായിച്ചിട്ടില്ലേ? ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരായി തീർന്നു. ആദത്തിന്റെ പാപത്തിന് സദൃശ്യമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിന്റെ കാലം മുതൽ മരണം ആധിപത്യം പുലർത്തി. ആദം വരാനിരുന്ന രണ്ടാമത്തെ ആദത്തിന്റെ പ്രതിരൂപമാണ്. യേശു രണ്ടാമത്തെ ആദമാണ്. ആദ്യത്തെ ആദം ജീവനുള്ളവനായി തീർന്നു. രണ്ടാമത്തെ ആദമാകട്ടെ ജീവദാതാവും. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. മറിയത്തിന്റെ സ്വർഗാരോപണത്തിന്റെ യുക്തിയും ഇതും തമ്മിൽ എന്തു ബന്ധം? ചോദിക്കണമെന്ന് തോന്നിയെങ്കിലും അയാൾ ഉരിയാടിയില്ല. അയാളുടെ അന്തർഗതങ്ങൾ തിരിച്ചറിഞ്ഞ് കാറ്റു പറഞ്ഞു, ഒരു സന്ദേഹത്തിന്റെ തടവിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ആദ്യം വേണ്ടത് കേൾക്കാനുള്ള സന്നദ്ധതയാണ്. പറയുന്നത് കേൾക്കൂ. കാറ്റ് തുടർന്നു, ജീവനുള്ള എല്ലാവരുടെയും മാതാവായതിനാൽ ആദം തൻ്റെ ഇണയെ ഹൗവ എന്ന് വിളിച്ചു. ആദി മാതാവാണവൾ. അവൾ പിശാചിനാൽ വഞ്ചിക്കപ്പെടുകയും അതുവഴി മനുഷ്യന് പറുദീസ നഷ്ടമാകുകയും ചെയ്തു. അവൾ പിശാചിന്റെ വാക്കിന് വിധേയപ്പെടുന്നതിലൂടെയാണ് അത് സംഭവിച്ചത്. ദൈവം തൻ്റെ പുത്രൻ വഴി മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ തിരുമനസ്സായപ്പോൾ ഉത്ഭവപാപത്തിൽ നിന്നും വിമുക്തയായ മറ്റൊരു സ്ത്രീയെ അതിൻ്റെ പ്രാരംഭം കുറിക്കാൻ വിളിച്ചു. അവളോട് അവിടുത്തെ ദൂതൻ ദൈവപുത്രന്റെ അമ്മയാകാൻ അനുവാദം ചോദിച്ചു. ആദ്യത്തെ സ്ത്രീ പിശാചിന്റെ വാക്കിന് സമ്മതം കൊടുത്തതിന് പകരമായി രണ്ടാമത്തെ ഹവ്യായ മറിയം ദൈവവാക്കിനു മുമ്പിൽ തന്നെ സമർപ്പിച്ചു പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ആദ്യത്തെ ആദത്തിന്റെ വീഴ്ചയിൽ നിന്ന് തൻ്റെ അനുസരണത്താൽ മനുഷ്യകുലത്തെ മോചിപ്പിച്ച ക്രിസ്തുവിനെ ലോകത്തിൽ അവതരിപ്പിച്ച മറിയം ദൈവവാക്കിന് വിധേയപ്പെട്ട് സകലരുടെയും അമ്മയായി. ആദ്യത്തെ ആദം പുറത്താക്കപ്പെട്ടിടത്തേക്ക് രണ്ടാമത്തെ ആദം ആരോഹണം ചെയ്തു. എല്ലാവരുടെയും അമ്മയായ ഹവ്വയ്ക്ക് പകരം ജീവദാതാവായ ദൈവത്തിൻ്റെയും സകല മനുഷ്യരുടെയും അമ്മയും രണ്ടാമത്തെ ഹവ്വയുമായ മറിയം ദൈവത്താൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. കാറ്റ് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരക്ഷയുടെ ചരിത്രത്തിലൂടെ അയാൾ അറിയാതെ സഞ്ചാരം നടത്തുകയായിരുന്നു. സന്ദേഹത്തിൻ്റെ മഞ്ഞുമലകൾ വിശ്വാസ വെളിച്ചത്താൽ ക്രമേണ ഉരുകി. കാറ്റ് തുടർന്നു, മറ്റൊന്നുകൂടിയുണ്ട് മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിൽ. അടിമത്തത്തിൻ്റെ അടിവേര് സ്ത്രീ നേരിടുന്ന വിവേചനത്തിലും അടിമത്തത്തിലുമാണ്. ജന്മം നൽകുകയും സ്വന്തം ജന്മം ശപിക്കപ്പെട്ടതായി അനുഭവിക്കുവാനുമാണ് അവളുടെ വിധി. അത് ദൈവകൽപിതമല്ല. മനുഷ്യൻ അവന്റെ ചരിത്ര ജീവിത വഴികളിൽ അവളെ തൻ്റെ കാൽച്ചുവട്ടിലാക്കി. അവളുടെ സ്നേഹം തൻ്റെ ആധിപത്യത്തിനുള്ള സാധ്യതയായി പുരുഷൻ തിരിച്ചറിഞ്ഞു. സാമൂഹ്യമായി അവൾ നേരിടുന്ന മുഖഭാരത്തിൽ നിന്ന് അവൾ ക്രിസ്തുവിൽ വിമോചിതയായതിൻ്റെ അടയാളം കൂടിയാണ് കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ. കാറ്റ് പറയുന്നത് കേട്ട് അയാൾ പാതി മയക്കത്തിലേക്ക് വഴുതി. കാറ്റ് അയാളെയും കടന്ന് തൻ്റെ യാത്ര തുടർന്നു. അയാളാകട്ടെ സ്വർഗസ്ഥിതനായ അമ്മയുടെ മടിയിൽ നിഷ്കളങ്കനായ കുഞ്ഞായി ഉറങ്ങി. സ്വർഗത്തിലെ ആനന്ദമാകാം അയാളുടെ ചുണ്ടിൽ ഒരു മന്ദഹാസത്തിൻ്റെ മധുരമായി അപ്പോഴും തങ്ങി നിന്നിരുന്നു.